ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. റോമാലേഖനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ബൈബിളിലെ റോമാലേഖനത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ സഭയ്ക്ക് പീഡനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് വചനം വായിക്കാനോ വായിച്ച് കേൾപ്പിക്കുവാനോ വചനം പ്രസംഗിക്കുവാനോ അനുവാദമുണ്ടായിരുന്നില്ല. ഇതെല്ലാം നിരോധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിൾ പാരായണവും പ്രസംഗവും പഠനവും എല്ലാം നിരോധിക്കപ്പെട്ട ഒന്നാണ്. പലരുടെയും കൈകളിലുണ്ടായിരുന്ന ബൈബിൾ വാങ്ങിച്ച് പിടിച്ചെടുത്ത് നശിപ്പിച്ചു കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ കത്തിച്ച് കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ അച്ചടിക്കുന്നത് നിരോധിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാലത്ത് ഒരു കാര്യം വ്യക്തമായി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, പൂർണ്ണമായ ബൈബിൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ ആക്രമിച്ചെടുത്ത് നശിപ്പിച്ച് കളഞ്ഞാലും റോമാലേഖനം 8-ാം അധ്യായം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതൊരു മുഴുവൻ ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ഒരു വിശ്വാസം, ഒരു ധൈര്യം നമുക്ക് പകരുന്ന അനുഭവമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ മുഴു ബൈബിളിൻ്റെയും, ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ക്രൈസ്തവ ധാരണയുടെ പൊരുൾ സംഗ്രഹിക്കപ്പെട്ട ഒരധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. അത് വേദ ഗവേഷകന്മാർക്ക്, പണ്ഡിതന്മാർക്കൊക്കെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലെ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈബിളിൽ മൊത്തത്തിൽ നാം ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ബൈബിളിൻ്റെ പൂർണ്ണതയിൽ നിന്നൊരു സംഗ്രഹീത രൂപമാണ് ഈ 8-ാം അധ്യായം എന്ന് കാണാൻ സാധിക്കും. ഈ ഭാഗം വായിച്ചിട്ട് ധാരാളം ജനങ്ങൾ ആത്മീയമായി സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും അനുഭവിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ പ്രത്യേകത, ബൈബിൾ വായിക്കുമ്പോൾ അതെല്ലാം സന്തോഷമായി മാറും, ആശ്വാസമായി മാറും, വിടുതലായി മാറും. എന്നാൽ ഈ 8-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സകല ആളുകളെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ആത്മീയ ഉത്തേജനം നൽകുകയും ചെയ്യുന്ന ഒരനുഭവമായിട്ട് ഈ വായന മാറും എന്നുള്ളതിന് സംശയമില്ല. നമ്മളിപ്പോൾ വായിച്ച് കേട്ട വേദഭാഗം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന ഒരു ചോദ്യമാണ്. ഈ പ്രസൻറ്റേഷൻ നാം ചിന്തിക്കുമ്പോൾ ചോദ്യത്തിൽ തന്നെ ഏറ്റവും കൃത്യമായ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും റീസണബിളായിട്ടുള്ളതായ അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരാളെ പറ്റി വ്യക്തമായി പറയുകയാണ്. നേരത്തെ ആളിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രത്തിന് വേണ്ടി കൈമാറി തന്നവൻ, ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അവനോടുകൂടെയാണ് നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കേണ്ടത്. കർത്താവിനെ നമുക്ക് ലഭിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ലഭിച്ചതല്ല. ഞങ്ങൾക്ക് തരണമേ എന്ന് ആരും ആവശ്യപ്പെട്ടിട്ട് ലഭിച്ചതല്ല. പ്രവാചകന്മാർ ഇങ്ങനൊരു വീണ്ടെടുപ്പുകാരന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു.
ഉന്നതന്മാരായ പണ്ഡിതന്മാർ കാത്തിരുന്നു. എല്ലാം ശരിയാണ്. ലോകചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാം. യേശുവിന് വേണ്ടി അനേക ആളുകൾ വളരെ ആർത്തിയോടും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടെ കാത്തിരുന്നു. അത് ശരിയാണ്. എന്നാൽ ഇവിടെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം നമുക്ക് ഏൽപ്പിച്ച് തരികയാണ് ചെയ്തത്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ അർഹതയില്ലാത്ത ആളുകൾക്ക് ലഭിച്ച മഹാദാനമാണ് കർത്താവായ യേശു ക്രിസ്തു. തിരുവെഴുത്ത് പറയുന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം നശിച്ചു പോകണമെന്ന്, നഷ്ടപ്പെട്ടു പോകണമെന്ന്, നമുക്കൊരു ഗതി പിടിക്കാതിരിക്കണമെന്ന് വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ നമ്മുടെ സൃഷ്ടാവാണ്, പരിപാലകനാണ്, സംരക്ഷിക്കുന്നവനാണ്. അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകരുത് എന്നാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ നിത്യനാശത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നവരുണ്ട്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നവരുണ്ട്. എങ്കിലും അതൊന്നും ഗൗരവമായി എടുക്കാതെ അവഗണനയോടുകൂടി, അശ്രദ്ധയോടുകൂടി മറികടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പാപത്തിൻ്റെ വഴിയിലൂടെ തന്നെ പോവുകയാണ്. അവിടെ അവരുടെ ഇഷ്ടം സാധിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ സാധിക്കുന്നു, അവർക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ട്, അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് സാധിക്കും. ഒന്നിനും ഒരു വിലക്കും ഒരു ലുബ്ധും ഇല്ല. എല്ലാം ഇഷ്ടം പോലെ അവർക്ക് അവിടെയുണ്ട്. പക്ഷേ അവർ പോകുന്നത് നാശത്തിലേക്കാണ്. നശിച്ചു പോകുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണ്. ആ യാത്ര കൊണ്ട് സംഭവിക്കുന്നതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അവരുദ്ദേശിച്ചത് മറ്റൊരു വഴിയായിപ്പോയി. അതാണ് സംഭവിച്ചത്. എന്നാൽ യേശുവിനെ പിൻപറ്റുകയാണെങ്കിലോ അവർ നശിച്ചു പോകുകയില്ല, പകരം നിത്യജീവൻ പ്രാപിക്കും. നിത്യജീവൻ പ്രാപിക്കും. ജീവിതത്തിൽ വിജയശ്രീലാളിതരായിത്തീരും, വിജയത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും, ജയം അവർക്കുണ്ടാകും. അതിനു വേണ്ടിയാണ് പിതാവാം ദൈവം ഈ മഹാദാനത്തെ നമുക്ക് ഏൽപ്പിച്ചു തന്നത്, കർത്താവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നത്. അവനെ ഏൽപ്പിച്ച വിധം അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദരിക്കാതെ ഒരു പിതാവ് സ്വന്തം മകനെ ജീവന് തുല്യം പരിഗണിച്ച് ചേർത്ത് പിടിച്ച് അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അത്രമാത്രം സ്നേഹിച്ച് കരുതിപ്പോകുന്നൊരു മനസ്സ് ഒരു പിതാവിനുണ്ട്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ് പറയുന്നത്. പിതാവിനുണ്ടായൊരു ഇഷ്ടം, ആ ഇഷ്ടത്തെ നമുക്കാർക്കും തന്നെ യുക്തി കൊണ്ട് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ നിവൃത്തിയില്ല. അവിടെ ഈ പിതാവ് തൻ്റെ മകനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുക. അതാണ് പിതാവിൻ്റെ തിരുവിഷ്ടം. അതിനുവേണ്ടിയാണ് ആ പുത്രനെ നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നത്. അത് ശരിയാണെങ്കിൽ, അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോസ്തലനായ പൗലോസ് ആ ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്. അത് തിരുവെഴുത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ് ഞാനത് ഉദ്ധരിച്ചത്. അതിന്ന് പൗലോസ് നമ്മോട് സംസാരിക്കുന്നത് പോലെയാണ്. റോമിലെ സഭയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നെടുവീർപ്പുകളും എന്തിന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പരിഹാരം കാണാത്ത വിഷയങ്ങളുമായി ഇരിക്കുന്ന ധാരാളം സഹോദരീ സഹോദരന്മാരുണ്ടാകാം, വിശ്വാസികളുണ്ടാകാം. അവരുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനം തിരിച്ചറിയുകയാണ്, വിവേചിച്ചറിയുകയാണ്. അവരുടെ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ വചനം വിവേചിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അവിടെ മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ മനസ്സിനോടാണ് ദൈവത്തിൻ്റെ വചനം സംവദിക്കുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്. നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? നിങ്ങൾക്ക് നെടുവീർപ്പുണ്ടോ, സങ്കടമുണ്ടോ, നൊമ്പരമുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നലുണ്ടോ? എന്നാൽ നോക്കുക, പിതാവാം ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ആദരിക്കാതെ
നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ, അതായത് അതൊരു സത്യമാണെങ്കിൽ, അവനോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വാക്കുകൾ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സഭ, ഈ വർത്തമാനകാല സഭ, സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളുള്ള സഭയാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മറ്റാളുകൾക്കും വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പോരാട്ടമുണ്ട്, അതും വാസ്തവമാണ്. എന്നാൽ ഇതിനെല്ലാവർക്കുമുള്ള ഏക പരിഹാരം ഈ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് സമാധാനം നമുക്ക് ലഭിക്കുന്നത്, പാപമോചനം ലഭിക്കുന്നത്, വിടുതലുണ്ടാകുന്നത്, വീണ്ടെടുപ്പുണ്ടാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. മറ്റൊരിടത്തു നിന്നും നമുക്കിത് സാധ്യമല്ല, ഇത് ലഭ്യമല്ല. കർത്താവിലൂടെ ലഭിക്കുന്ന ഉദ്ധാരണമാണ്, കർത്താവിലൂടെ ലഭിക്കുന്ന നിത്യജീവനാണ്, കർത്താവിലൂടെ ലഭിക്കുന്ന വീണ്ടെടുപ്പാണ്, കർത്താവിലൂടെ ലഭിക്കുന്ന ആ പുത്രത്വമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുമാത്രമാണ് ശാശ്വതമായത്. ഒരു നന്മയും ലഭിക്കുന്നതിന്, ഒരു വിജയവും സാധിക്കുന്നതിന് യാതൊരുവിധ കുറുക്കു വഴികളും ഇല്ല, കുറുക്കു മാർഗങ്ങളൊന്നുമില്ല. നേരെ ചൊവ്വേ സത്യസന്ധമായ വഴി, ഏറ്റവും കൃത്യമായ വഴി, ഏറ്റവും ഉചിതമായ വഴി അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുന്ന് എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ്. ഇനി ഒന്നിനും വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അവൻ തന്നെയാണ് വഴി, ഏക വഴി. മറ്റൊരു വഴി നമുക്കില്ല. യേശു മാത്രം വഴി. ശരി അവിടെയാണ്. യേശു എന്ന വഴി നമ്മുടെ മുമ്പിൽ ഇതാ സ്വതന്ത്രമായി തുറന്നിട്ടിരിക്കുകയാണ്. ഒപ്പം അവിടെ നമ്മെ ഈ വഴിയിലേക്ക് തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വഴിയിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ നാം അവിടുത്തെ മക്കളായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ അവനോടുകൂടെ നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്, പ്രതിവിധിയുണ്ട്, നമ്മുടെ ദുഃഖവിഷയങ്ങൾക്കുള്ള ആശ്വാസമുണ്ട്, നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും ബന്ധനങ്ങൾക്കും അസ്വസ്ഥതകൾക്കുള്ളതായി പരിഹാരമുണ്ട്. ഇതെല്ലാം അവനോടുകൂടെ ഉണ്ട്. ഒരു വാസ്തവം കൂടെ ഞാൻ തുറന്നു പറയാം. യേശുക്രിസ്തുവിനെ ഒഴിവാക്കിയിട്ട്, യേശുക്രിസ്തുവിനെ കൂടാതെ, യേശുക്രിസ്തു അറിയാതെ എന്തെല്ലാം വരുമാനങ്ങൾ, എന്തെല്ലാം സമൃദ്ധി, എന്തെല്ലാം സമ്പത്ത്, എന്തെല്ലാം സന്തോഷം നമുക്കുണ്ടായാലും അതൊന്നും വാസ്തവത്തിൽ സമൃദ്ധിയോ സന്തോഷമോ ആശ്വാസമോ അല്ല. അതിൻ്റെ എല്ലാം പുറകിൽ പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്, പ്രതിസന്ധികൾ അവശേഷിക്കുകയാണ്, കലഹങ്ങൾ അവശേഷിക്കുകയാണ്. അങ്ങനെയുള്ളതായ വഴികളെല്ലാം ഉപേക്ഷിക്കണം. ആവശ്യമില്ലാത്ത വഴികളെല്ലാം ഉപേക്ഷിക്കണം. പാടില്ലാത്ത വഴികളെല്ലാം ഉപേക്ഷിക്കണം. യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഏറ്റവും നിർബന്ധമായ ഒന്നാണ്. അശുദ്ധമായതൊന്നും തുടരുത് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നാം വാസ്തവമായി കർത്താവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ മാതൃക നാം പിൻപറ്റുവാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ നാം ഒരിക്കലും അസത്യം ചെയ്യുവാനോ അസത്യം പറയുവാനോ പാടില്ല. ഒരു വ്യാജഭാവം ഉണ്ടാക്കാൻ പാടില്ല. കള്ളം പറയുവാനായിട്ട് പാടില്ല. ഒരു തരം വഞ്ചനയും നമുക്കുണ്ടാകാൻ പാടില്ല. തെറ്റായ മാർഗത്തിലൂടെ ചരിക്കുവാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം അകപ്പെടുവാൻ പാടില്ല. വളരെ കൃത്യമായി ജീവിത വിശുദ്ധി പാലിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അത് അവിടുത്തെ വഴിയുടെ മാത്രം പ്രത്യേകതയാണ്. മറ്റെല്ലാ വഴികളും, എല്ലാ സ്വാതന്ത്ര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന വഴികളാണ്. എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എങ്ങനെയും ജീവിക്കാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഈ വഴിക്ക് നിർബന്ധമുണ്ട്. ഈ വഴിക്ക് കുറേ കൂടെ കൃത്യമായ നിയമങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അവിടെ എല്ലാ സ്വാതന്ത്ര്യമില്ല. കുറേയൊക്കെ നാം ഇല്ലാതാക്കണം, വേണ്ടെന്ന് വെക്കണം. നേരായ മാർഗത്തിലൂടെ മാത്രം, സത്യസന്ധമായ ജീവിത രീതിയിലൂടെ മാത്രം, സ്വഭാവത്തിലൂടെ മാത്രം നാം മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വാസ്തവമായിട്ടുള്ളതായ ഒരു ക്രമീകരണം, ജീവിത ശൈലി, ജീവിത മാതൃക, ഒരു റോൾ മോഡൽ
നമുക്ക് കാണിച്ചു തരുന്ന ഏക വ്യക്തിയും ഈ കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നെ വളരെയേറെ ആത്മീയമായ ഉത്തേജനമോ ആവേശമോ നൽകിയിട്ടുള്ള ഒരു സത്യം ഞാൻ പറയുകയാണെങ്കിൽ, ലോകം കണ്ടിട്ടുള്ള എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകൾ, മഹാന്മാരായ ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ചെയ്തിട്ടുള്ളതായ പ്രതികരണങ്ങൾ, പറഞ്ഞിട്ടുള്ളതായ വാമൊഴികൾ, വരമൊഴികൾ അതെന്നെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്, ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അവർ യേശുവിനെ അടയാളപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ദിവ്യമായ അനുഭവങ്ങളാണ്. അവൻ വ്യത്യസ്തനാണ്. അവനെപ്പറ്റി പറയുന്നത് യാതൊരു മാറ്റവുമില്ലാത്തവനാണ്. കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകാം, വ്യതിയാനങ്ങളുണ്ടാകാം, ഇവിടുത്തെ സംവിധാനങ്ങളിൽ, ഇവിടുത്തെ വ്യവസ്ഥതകളിൽ മാറ്റം വരാം, ഭരണത്തിൽ മാറ്റം വരാം, ഇവിടെയുള്ളതായ കൽപ്പനകളും പ്രമാണങ്ങളുമെല്ലാം മാറി മാറി വരാം, ആവശ്യാനുസരണം മാറ്റം ചെയ്യാം, ഭേദഗതി വരുത്താം. എന്നാൽ യേശുവിൻ്റെ പ്രമാണത്തിന് ഒരു ഭേദഗതിയും വരുത്താൻ പാടില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല, ഒരർത്ഥഭേദങ്ങളും വന്നുകൂടാ. അത് കൃത്യമാണ്. അതിൻ്റെ എല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ തലം എന്ന് പറയുന്നത്, മുഖമുദ്ര എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത് ആ സത്യമാണ്. ദൈവം വിശുദ്ധനാണ്, അതുപോലെ നിങ്ങൾക്കും വിശുദ്ധി ഉണ്ടാകണം, വിശുദ്ധ ജീവിതം നയിക്കണം എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഈ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി എവിടെയുണ്ടോ, വിശുദ്ധിക്ക് എവിടെ പ്രസക്തിയുണ്ടോ, വിശുദ്ധിക്ക് എവിടെ അംഗീകാരമുണ്ടോ, വിശുദ്ധി എവിടെ ആദരിക്കപ്പെടുന്നുണ്ടോ, അവിടെ മാത്രമേ നമുക്ക് ചേർന്ന് നിൽക്കാൻ, ചേർന്ന് പോകുവാനായിട്ട് പാടുള്ളൂ, കഴിയുകയുള്ളൂ. കർത്താവിനോട് കൂടെ നിൽക്കാനുള്ളതായ ബാധ്യത നമുക്കുണ്ട്. കർത്താവ് പോകാത്ത വഴിയിൽ നാം പോകണ്ട, കർത്താവ് ചെയ്യാത്ത കാര്യങ്ങൾ നാം ചെയ്യരുത്. യേശു വെറുക്കുന്ന ഒരു കാര്യവും, എത്രമാത്രം ആനുകൂല്യങ്ങൾ നമുക്കുണ്ടെങ്കിലും, എത്രമാത്രം സന്തോഷം കൊടുന്ന് കിട്ടിയാലും, എന്തെല്ലാം ആശ്വാസം നൽകിയാലും, എന്തെല്ലാം നന്മയുണ്ടെങ്കിലും, എന്തെല്ലാം നേട്ടമുണ്ടെങ്കിലും, ആ വഴി വേണ്ട എന്ന് വയ്ക്കുവാനുള്ളതായ ആത്മീയ ആർജവം നാം ഓരോരുത്തരും കാണിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, നമുക്ക് ആശ്വാസമുണ്ട്, വിടുതലുണ്ട്. അനേക ആളുകൾ രോഗികളായിട്ട് കഴിയുന്നുണ്ട്, അനേക ആളുകൾ ജീവിതത്തിൽ കടബാധ്യതകളുള്ളവരായിട്ട് തീരുന്നുണ്ട്. ഇതെല്ലാം നിത്യം നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കുമുണ്ട്. ഉന്നതന്മാരായ ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട്. എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളുകൾക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അവർ മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞില്ല എന്ന് വരാം, എങ്കിലും അവരത് അനുഭവിക്കുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. രോഗികളായി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു അത്താണി എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായ യേശുവിൻ്റെ അടുക്കൽ വന്നാലും മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, പിന്നെയും പിന്നെയും ഇടപെട്ട് സന്ദർശിച്ച് പ്രവർത്തിച്ച് ആശ്വസിപ്പിച്ച് വിടുവിച്ച് ആളുകളെ മുഴുവനും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മേച്ചിൽപ്പുറങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. റോമിലെ വിശ്വാസികൾ കഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്ന വിശ്വാസികളാണ്. അവർക്കവിടെ സ്വാതന്ത്ര്യമില്ല, ആരാധിക്കുവാൻ പോലും സ്വാതന്ത്ര്യമില്ല. റോമാലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പല ഭവനങ്ങളിലും സഭയുണ്ട്, ഓരോ വീടുകളിലും സഭ പോലെയുണ്ട്. എന്താ കാരണം? അവർക്ക് പൊതുവായി കൂടി വന്ന് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല, അനുവാദമില്ല, സൗകര്യമില്ല. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു മുക്കിൽ തന്നെ എന്തുമാത്രം ആരാധനാലയങ്ങളാണ്. അതവിടെ നടക്കുകയില്ല. റോമാ സാമ്രാജ്യത്തിൽ സാധ്യമല്ല. അവിടെ അതെല്ലാം നിരോധിക്കപ്പെട്ട ഒന്നാണ്, വിലക്കപ്പെട്ട ഒന്നാണ്, നിയന്ത്രിതമായ ഒന്നാണ്. അതുകൊണ്ട് വിശ്വാസികൾ അവരുടെ എണ്ണം പെരുകുന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായി ആരാധിക്കുവാൻ ഒരു ആരാധനാലയമില്ല, ഒരു പള്ളിയില്ല, ഒരു സ്ഥാപനമില്ല. കഴിവുള്ള ആളുകളുടെ വീട്ടിലാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്
റോമാലേഖനത്തിൽ വീട്ടിലെ സഭ വീട്ടിലെ സഭ വീട്ടിലെ സഭ എന്ന് ചില സഭകളെ പറ്റി പറയുന്നത് വീടുകളിൽ ആരാധിക്കുകയാണ്. വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ അവിടെ അനുവാദമില്ല. മറ്റുള്ളവരറിഞ്ഞാൽ, അധികാരികളോട് പറഞ്ഞാൽ അവർ വന്ന് ഈ ആളുകളെ ബന്ധനസ്ഥരാക്കും, അവരെ തടവിലാക്കും, പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി പാറകളുടെ വിള്ളലുകളിലോ ഗുഹകളിലോ അജ്ഞാതമായ സ്ഥാനങ്ങളിലോ ചെന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. ഇന്നങ്ങനെയല്ല. ഇന്ന് ആരാധിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ പറയില്ല. ഇന്നും സ്വാതന്ത്ര്യമില്ലാത്ത അനേക രാജ്യങ്ങളുണ്ട്. എനിക്കതറിയാം. ഇന്ത്യയിലും പ്രതിസന്ധികളുണ്ട്, ഇന്ത്യയിലും പോരാട്ടമുണ്ട്, സ്വാതന്ത്ര്യമില്ലാത്ത രംഗങ്ങൾ ഇന്ത്യയിലുമുണ്ട്. എങ്കിലും വിശ്വസിച്ചവരുടെ കൂട്ടം വളരെ വലുതാണ്, വിശ്വസിക്കുന്നവരുടെ കൂട്ടം വളരെ വലുതാണ്. അവരെല്ലാം ആ വിശ്വാസത്തിന് വേണ്ടി വളരെ സ്ഥിരതയോടെ, വളരെയേറെ ഭയരഹിതരായി സന്തോഷത്തോടെ പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും. എന്താണ് കാരണം? അവരോടുകൂടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. നമുക്ക് സമാധാനമുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയാണ്. നമുക്ക് നന്മയുണ്ടാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയാണ്. നമുക്ക് വിടുതലുണ്ടാകുന്നതും ആശ്വാസമുണ്ടാകുന്നതും, എന്തിന് ഭൗതിക നന്മകൾ പോലും നമുക്കുണ്ടാകുന്നത്, അത് ശാരീരികമായ സൗഖ്യവും വിടുതലും നമുക്കുണ്ടാകുന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെയുള്ളതുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസം തരുന്നതാണ്, നമുക്ക് സന്തോഷം തരുന്നതാണ്, നമുക്ക് ആരോഗ്യം തരുന്നതാണ്, നമുക്ക് ധൈര്യം തരുന്നതാണ്. ആ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അവനോട് കൂടെയാണ് നമുക്ക് ആശ്വാസമുള്ളത്. അത് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് റോമിലെ സഭയോട് പറയുകയാണ്. അപ്പോൾ അവർക്കറിയാം യേശുവിനെ കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമായ അനുഭവമാണ്, വ്യക്തിപരമായ അനുഭവമാണ്. അതിൻ്റേതായ വിടുതലും പ്രത്യാശയും ആശ്വാസവും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനോടുകൂടെ സകലതും നമുക്ക് ലഭിക്കും എന്നുള്ള പൗലോസിൻ്റെ വാക്ക്, അപ്പോസ്തലൻ്റെ വാക്ക്, ദൈവവചനം അവരെ അങ്ങേയറ്റം സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഉൾക്കൊള്ളുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പിന്നെയും ധീരമായി നിലനിൽക്കുന്ന ഒരു നല്ല സന്ദർഭം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ.